കേരളത്തിൽ സർക്കാർ മാറി, പുതിയ സർക്കാർ വന്നു, പല മാറ്റങ്ങളുമായി PSC വരികയാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. 10th പ്രിലിംസിന് 4 ഘട്ടമായിട്ടാണ് പരീക്ഷയുള്ളത് എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. ആ 4 ഘട്ടങ്ങളിൽ ഒരു പ്രത്യേകതയുള്ളത്, ഒരു ദിവസം 2 ഘട്ടമായിട്ട് പരീക്ഷ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഡിഗ്രി പ്രിലിംസിൽ സൂപ്പർ നോട്ട്സ് തന്നെ പ്രതികരിച്ചിട്ടുള്ളത് 3 ഘട്ടമായിട്ട് നടത്തുമ്പോൾ അതിലെ ഡ്യൂറേഷൻ, ഒരുപാട് സമയം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് ഒരു പരിധി വരെ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയാണ് PSC. 10th പ്രിലിംസിന്റെ പരീക്ഷയിൽ 2 ഘട്ടത്തെ പരീക്ഷ ഒരു ദിവസമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ മാറ്റം എന്നുള്ളത് പരിശോധിക്കാം. മക്കളെ, ഇത് കണ്ടോ, ഇത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് PSCയുടെ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അതിന്റെ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ളതാണ്. 10ാം തരം വരെയുള്ള പൊതു പ്രാഥമിക പരീക്ഷ 4 ഘട്ടങ്ങളായി നടത്തുന്നതാണ്. 1ഉം 2ഉം ഘട്ടം 2026 ജൂലൈ മാസം 18ാം തീയതിയും കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, 2026 ജൂലൈ 18ാം തീയതിയും 3ഉം 4ഉം ഘട്ടം 2026 ഓഗസ്റ്റ് മാസം 1ാം തീയതിയുമായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ 2 ദിവസമായിട്ടാണ് 4 ഘട്ടം നടക്കാൻ പോകുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, ഈ 2 സ്റ്റേജുകൾ നടക്കാനായിട്ട് പോകുന്നത് ജൂലൈ മാസം 18ാം തീയതിയും സ്റ്റേജ് 3, സ്റ്റേജ് 4 ഈ 2 ഘട്ടങ്ങൾ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം 1ാം തീയതിയുമാണ്. അപ്പൊ എങ്ങനെയാണ് നടത്താൻ പോകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. മക്കളെ, ഇതാണ് കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, നമ്മുടെ ബെവ്കോ LDC, അതേപോലെ സ്റ്റോർമാൻ, ഈ 3 പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ് 423/2025, 618/2025, 619/2025. മക്കളെ, ഈ പരീക്ഷകളുടെ ആദ്യഘട്ട പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത് 18/7/2026 നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുള്ളതാണ്. മക്കളെ, ഇത് ഈ ഒരു ദിവസം തന്നെ 2 ഘട്ട പരീക്ഷ എന്ന് പറഞ്ഞാൽ 10 മണി മുതൽ 11:35 വരെ 1ാം ഘട്ടം, 10 മണി മുതൽ 11:35 വരെ 1ാം ഘട്ടവും, 2ാം ഘട്ടം 1:30 മുതൽ 3:05 വരെയുമാണ്. 1:30 മുതൽ 3:05 വരെയുമാണ് 2ാം ഘട്ടം. അപ്പൊ ഈ 2 ഘട്ട പരീക്ഷകൾ ഒരു ദിവസം നടത്താനായിട്ട് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ വരും. 18/7 പരീക്ഷ. 18/7 പരീക്ഷയിൽ വരുന്നത് സ്റ്റേജ് 1 നടക്കാൻ പോകുന്നത് ഇതേ 18/7 തന്നെ രാവിലെ 10 മണി മുതൽ 11:35 വരെയുള്ള സമയവും, സ്റ്റേജ് 2 നടക്കാനായിട്ട് പോകുന്നത് 1:30 മുതൽ 3:05 വരെയുള്ള സമയത്തുമാണ്. അപ്പൊ ഒരു ദിവസം 2 ഘട്ടത്തിലുള്ള പരീക്ഷ നടക്കുകയാണ്. അപ്പൊ അതിനുള്ള കുട്ടികൾക്ക് ഹോൾ ടിക്കറ്റ് വരും. അപ്പൊ രാവിലെയും വൈകുന്നേരവുമായിട്ടായിരിക്കും ഹോൾ ടിക്കറ്റ് വരിക. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ടായിരിക്കും ഹോൾ ടിക്കറ്റ് വരിക. അപ്പൊ ആ കാര്യം മനസ്സിലിരിക്കട്ടെ. ഇനി സ്റ്റേജ് 3ഉം 4ഉം എന്നാ നടക്കാൻ പോകുന്നത്? അത് ഓഗസ്റ്റ് മാസം 1ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അതും ഇതേപോലെ 10 മണി മുതൽ 11:35 വരെയും 1:30 മുതൽ 3:05 വരെയുമായിട്ടായിരിക്കും 3ഉം 4ഉം സ്റ്റേജുകൾ നടക്കാനായിട്ട് പോവുക. കൃത്യമായിട്ട് ഈ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം. ഇതിന്റെ ഹോൾ ടിക്കറ്റ് 18ാം തീയതി ഹോൾ ടിക്കറ്റ് 4/7 തന്നെ, അതായത് ജൂലൈ മാസം 4ാം തീയതി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നും PSC അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല മാറ്റമാണ്. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗവൺമെന്റിനോട് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. ആര് ഭരിച്ചാലും, ഇപ്പൊ പുതിയൊരു VD സതീശൻ ഗവൺമെന്റ് വരികയാണ്. അപ്പൊ ഇതില് PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള, ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. വേക്കൻസികൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. അതിൽ നിന്ന് ഒരല്പം പോലും പിന്നോട്ട് പോകാനായിട്ട് തയ്യാറല്ല. മുൻകൂട്ടി വേക്കൻസികൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ വർഷത്തെയും വേക്കൻസികൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ നിലകൊള്ളണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അപ്പം അതിലുകൂടി ഒരു മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങളാൽ കഴിയുന്ന ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയോ അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി സംസാരിക്കുക ഒക്കെ ചെയ്യാനായിട്ട് തയ്യാറാവുക. ഓക്കെ, ഇനി മക്കളെ, ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ഒന്ന് പരിശോധിച്ചാൽ 2948 അഡ്വൈസുകൾ ഇതിനോടകം പോയിട്ടുണ്ട്. ബെവ്കോ LD ആണെങ്കിലും ഒക്കെ അത്യാവശ്യം വേക്കൻസികൾ പോകുന്നുണ്ട്. അപ്പൊ പഠിക്കാനുള്ള സമയമാണ് ഇനിയും. ഇനി നിങ്ങളുടെ മുൻപിൽ നമ്മുടെ ജൂലൈ മാസം 18 എങ്കിൽ ജൂലൈ 18 പരീക്ഷ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ തന്നെ ഇപ്പം മെയ് മാസമാണ്. അപ്പം മെയ് മാസം കൃത്യമായിട്ട് പറഞ്ഞാൽ 16ാം തീയതിയാണ്. അപ്പൊ 2 മാസത്തെ 2 മന്തിന്റെ ഒരു ടൈം സ്പാൻ മാത്രമാണ്, 60 ദിവസത്തെ പഠനത്തിനുള്ള ഒരു സമയം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഈ സമയത്തെ ഒന്ന് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ തയ്യാറാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യോധ ബാച്ച് ഇപ്പൊ അവൈലബിൾ ആണ്.
യോധ ബാച്ചിന്റെ പ്രത്യേകത 10th ലെവൽ പ്രിലിംസ് ബാച്ചാണ്. കമ്പനി ബോർഡ്, LGS, ബെവ്കോ LD തുടങ്ങിയ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബാച്ചാണ്. 999 രൂപ മാത്രമാണ് ഈ ഒരു ബാച്ചിന്റെ ഫീ എന്ന് പറയാം കേട്ടോ. 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത നിങ്ങൾക്ക് 10th പ്രിലിംസിന്റെ സമയം വരെ കിട്ടുക. നിങ്ങൾക്ക് മെയിൻസിന്റെ സമയം വരെ വേണം, അല്ലെങ്കിൽ VFA എന്ന് പറയുന്ന ഒരു ബാച്ച് കൂടി നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടോ എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ ബാച്ച് കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ നോട്ട്സ് എന്ന് പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്താൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. പ്രോപ്പറായിട്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിച്ചോടാം. മാറ്റങ്ങൾ നല്ലതാണ്. നിങ്ങളുടെ പഠനത്തിലും മാറ്റങ്ങൾ കൊണ്ടുപോവുക. വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ക്ലാസ്സിൽ കാണാം.